കളങ്കാവലിന്റെ ടീസറിന് വേണ്ടിയിട്ട് എല്ലാവരും കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് ഏറെ നാളുകളായി മാറിയിരിക്കുന്നു. കളങ്കാവലിന്റെ ടീസർ ഞങ്ങൾ കാത്തിരിക്കുന്നു. അപ്പൊ എല്ലാവരും പെട്ടെന്ന് ഞെട്ടിപ്പോയി. കളങ്കാവലിന്റെ ടീസർ ഇത് ഒറിജിനൽ വന്നിരിക്കുന്നു. ഒഫീഷ്യൽ ടീസർ ഇതാണോ എന്ന് ചോദിച്ചു പോവുകയായിരുന്നു. പക്ഷെ ഒഫീഷ്യൽ ടീസർ ഇതല്ല, ഇത് ഒറിജിനൽ ടീസർ അല്ല. പക്ഷെ കളങ്കാവലിന്റെ സൂപ്പർ ടീസറാണ് നമ്മുടെ കയ്യിലുള്ളത്. ആ ടീസർ നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ? അപ്പോൾ ഒഫീഷ്യൽ ടീസർ വരുമ്പോൾ ഇതിലും ബെറ്റർ ആയിരിക്കും. അപ്പോൾ അതിനു മുമ്പ് നമുക്ക് ഈ കൊച്ചു ടീസർ ഒന്ന് കാണാം. പ്രമോട്ട് ടീസർ കളങ്കാവലിന്റെ. நீங்கள் அழைக்கும் நபர் பதில் இல்லை, தயவு செய்து முயற்சிக்கவும். person you are calling is not മമ്മൂട്ടി കമ്പനി. please try later. കുട്ടികൾ കാണിക്കുന്നത് തമിഴ് സിനിമയിലെ സീനുകളൊക്കെയാണ് ചെയ്തു വെച്ചാണ്. ഒരുപാട് 22-നും 35-നും വയസ്സിന് ഇടയിലുള്ള പെൺകുട്ടികൾ മരണപ്പെട്ടുപോയ കഥയെ ബന്ധപ്പെടുത്തിയിട്ടുള്ളതാണ് ഈ ടീച്ചർ. എന്തായാലും സൂപ്പർ ആയിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. കിഡിലോസ്കി ആയിട്ടുള്ള ടീസറാണ് ഇവർ ഒരുക്കിയിട്ടുള്ളത്. എന്തായാലും തലയറിഞ്ഞ് പണിയെടുത്തിട്ടെന്ന് പറയാവുന്ന ഒരു ടീസറാണ്. ഈ ചിത്രത്തിന്റെ കഥ നമുക്കറിയാവുന്നതാണ്. മോഹൻകുമാർ, സൈനൈഡ് മോഹൻ ചെയ്തു വെച്ച ക്രൂര കൃത്യങ്ങളാണ് ഈ സിനിമ പറയുന്നത്. അപ്പം മമ്മൂക്ക ഇതിൽ സൈനൈഡ് മോഹനായിട്ട് അഭിനയിക്കാൻ പോകുന്നു എന്ന് കേട്ടപ്പോൾ തന്നെ നമ്മുടെ മനസ്സിൻ്റെ അകത്ത് ഈ സിനിമ വരുമ്പോൾ എന്തായാലും ഒന്ന് കാണണം എന്നുള്ള ഒരു വെമ്പലായിരുന്നു. അപ്പൊ ഈ ടീസർ, ഒഫീഷ്യൽ ടീസർ വരുമ്പോൾ ഇതിലും ബെറ്റർ ആയിരിക്കും. ഈ ടീസറിൽ ഒരുപാട് സീനുകളൊക്കെ ചെയ്തിട്ടുള്ളത് തമിഴ് സിനിമയിൽ നിന്നൊക്കെ എടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. എന്തായാലും ആ സിനിമയോട് 100% നീതി പുലർത്തി തന്നെയാണ് ഈ ടീസർ ഒരുക്കിയിട്ടുള്ളത്. ടീസർ ഒരുക്കിയത് ആരായാലും അവർക്കൊരു അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. സൂപ്പർ ആയിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. അപ്പൊ ജിതിൻ കെ ജോസ് സംവിധാനം ചെയ്യുന്ന കളങ്കാവൽ എന്ന് പറഞ്ഞിട്ടുള്ള ചിത്രത്തിന് വേണ്ടി കാത്തിരിക്കുന്നു. മമ്മൂക്ക വില്ലനായിട്ടും വിനായകൻ നായകനായിട്ടും വരുന്ന ഒരു സെറ്റപ്പ് എങ്ങനെയൊക്കെ ആയിരിക്കും എന്ന് കാണാനായിട്ട് കാത്തിരിക്കുകയാണ്. വിനായകന്റെ ആ മാസ് എൻട്രി എന്തായിരിക്കും മമ്മൂക്കനോട് പറയാൻ പോകുന്നത്? ചിലപ്പോ വിനായകൻ ഈ വെടിച്ചില് ഡയലോഗുകൾ പറഞ്ഞ് മമ്മൂക്കനെ ഇരുത്തുമോ, അതോ മമ്മൂക്ക വിനായകനെ തട്ടുമോ എന്നൊക്കെ നമുക്കൊന്ന് നോക്കിയിരുന്ന് കാണാം. സിനിമയാകുമ്പോൾ ഒറിജിനൽ ആയിട്ടുള്ള സംഭവത്തിനെ കുറച്ചും കൂടി കുഴപ്പിച്ചുകൊണ്ട് വേറൊരു തരത്തിലുള്ള കഥ പറച്ചിലും ഉണ്ടായേക്കാം. അപ്പൊ നമുക്ക് എന്തായാലും ആ സിനിമയോട് എന്താ പറയണ വല്ലാത്തൊരു ആകർഷണം തന്നെ തോന്നും. അപ്പൊ ഇപ്പൊ തന്നെ അത് തോന്നിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ കളങ്കാവൽ എന്ന് പറഞ്ഞിട്ടുള്ള ചിത്രത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. എന്റെ പൊന്നെ, ഒന്ന് വന്നാൽ മതി, ഓടിപ്പോയി കാണാം. ആ തരത്തിലാണ് മനസ്സ്. മമ്മൂക്കയുടെ ബ്രഹ്മയുഗത്തിലെ ആ കൊടുമ്പൻ പോറ്റി ഉണ്ടല്ലോ, ആ സംഭവത്തിനൊക്കെ വരുതിയിൽ നിർത്താൻ പോകുന്ന ഒരു ഐറ്റം തന്നെയാണ് എന്തായാലും സൈനൈഡ് മോഹൻ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല. എന്തായാലും ഓക്കെ, ടാറ്റാ, ബൈ.